പാടച്ചാട്ടം എന്നൊക്കെ വിളിക്കും. സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് അന്ന് എനിക്ക് കിട്ടിയത്. ഇത്ര എഫക്റ്റ് ഉണ്ടാവും ഞാൻ സത്യത്തിൽ ടീച്ചറിന്റെ മുമ്പിൽ പോയി കാണുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്ന് ആ ചെയ്യുമ്പോ ആരും വലിയ ക്രൂവല്ല. അപ്പൊ നേരെ സ്റ്റേജിൽ അവിടെ ആക്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരും വന്നിട്ടില്ല. അതെ, ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആക്കടന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഡയറക്ടറിനെ അവിടെ ഇരിക്കുന്ന തന്നെ കണ്ടു വിളിച്ചു. ഒന്നായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഒന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഞാൻ എന്തിനാണ് ഇതിലേക്ക് ഇത്രയും കാലെടുത്ത് വെച്ചേന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായി. അപ്പൊ ഓരോന്ന് വിളിക്കും, അടുത്ത് വിളിക്കും, അങ്ങനെയാണ് റോൾ ചെയ്തിരുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഇൻഫ്രൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്ന ഗസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ചേട്ടൻ ചെയ്ത ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണെന്ന് ഞാൻ വരുന്ന വഴി പറയാം. അതിനു മുന്നേ ഇന്ന് ആരാണ് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂൻ എന്ന മൂവിയിലെ നമ്മുടെ സ്വന്തം മാടപ്രാവായിട്ടുള്ള ജിൻസൺ ചേട്ടനാണ് കൂടെ ഉള്ളത്. ജിൻസൺ ചേട്ടാ, വെൽക്കം ടു ഇൻഫ്രൈം മീഡിയ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേര് മാടപ്രാവ് എന്നൊരു പേരാണോ ചേട്ടന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ എല്ലാരും തിരിച്ചറിയുന്ന ഇപ്പോഴും ആ ഒരു പേര് വെച്ചിട്ടാണോ? തീർച്ചയായിട്ടും അത് നമ്മുടെ എന്താ പറയാ, നമുക്ക് സിനിമ ആഗ്രഹിച്ച് നടന്നിട്ട് നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു പടമാണ്. ത്രൂ ഔട്ട് ഒരു കഥാപാത്രം ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഒരു കഥാപാത്രത്തിലൂടെ തിരിച്ചറിയാം. പലർക്കും ഇപ്പോഴും എന്റെ പേര് അറിയില്ല എന്നുള്ളതാണ്. പലരും എന്നെ കാണുമ്പോഴൊക്കെ ആ പേര് തന്നെയാണ് വിളിക്കാറ്. മാടേ എന്നൊക്കെ വിളിക്കും, മാടച്ചാട്ടം എന്നൊക്കെ വിളിക്കും. എന്നിട്ട് അയ്യോ ചേട്ടാ പേരറിയാത്തോണ്ടാട്ടാ വിളിക്കും. കുഴപ്പമില്ല, എന്താ കുഴപ്പം. അങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനായിട്ടുണ്ടായിരിക്കുക? ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു പടം റിലീസാകുമ്പോണ്ട്, തവളയുടെ താന്ന് പറഞ്ഞൊരു പടം റിലീസാകുമ്പോണ്ട്. അതേപോലെ തന്നെ ഒരു പടം, തമിഴ് പടം ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം കഴിഞ്ഞ്, ഷൂട്ട് കഴിഞ്ഞ് ഒരു 4-5 ദിവസത്തെ ഷൂട്ട് ബാലൻസ്, സോങ് ഷൂട്ട് മാത്രം ബാലൻസ് ഉണ്ട്. അതുകൂടാണ്ട് ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ വേറൊരു പടത്തിന്റെ ചെയ്യാൻ പോണ പടത്തിന്റെ പൂജ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. മിഡിൽ ക്ലാസ് മാത്തൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ചെയ്യാൻ പോണ പടം. അതിൽ ത്രൂ ഔട്ട് ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അതില്. അപ്പൊ അതൊക്കെയാണ് എല്ലാം കൊണ്ടും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. അതെ, ഇപ്പോ ഞാൻ ചേട്ടനെ ഒരു എന്താ പറയാ, നമ്മുടെ മനസ്സിലൊരു സ്ഥാനം നേടുക എന്നൊക്കെ പറയുന്നത് ക്യൂൻ മൂവിയിലൂടെയായിരുന്നു. ക്യൂൻ മൂവിയിൽ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ മനസ്സിൽ കിടക്കുന്നത് ഇതിനു മുന്നേ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ച് വന്നിരിക്കുന്ന ഒരാളാണെന്ന്. പിന്നെ ഞാൻ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടായി ക്യൂൻ മൂവിയിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ മനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമ കൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? അതായത് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് അന്ന് എനിക്ക് കിട്ടിയത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും 8 കൊല്ലമായി പടം റിലീസായിട്ട്. 8 കൊല്ലം കഴിഞ്ഞിട്ടും ആ മുഖം അല്ലെങ്കിൽ നമ്മുടെ ആ സീനുകൾ ചെയ്തതൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടെന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം, സക്സസ് എന്ന് പറയുന്നത്. എപ്പോഴും തിരിച്ചറിയാ പേരിലൂടെയും അല്ലെങ്കിൽ ആ പടത്തിന്റെ ഓരോരോ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ എടുത്തെടുത്ത് പറയും, നമ്മൾ ആ സീനുകൾ ചെയ്ത പോലെ ഇപ്പോഴും എടുത്ത് പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര ഹാപ്പിയുള്ള കാര്യമല്ലേ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് അതിലൂടെ തിരിച്ചറിയുന്നുള്ള കാര്യം. അതെ, എങ്ങനെയായിരുന്നു ചേട്ടൻ ഈ പറയുന്ന ക്യൂൻ മൂവിയിലേക്ക് എത്തുന്നത്? ക്യൂൻ മൂവിയില് ഓഡീഷൻ ആയിരുന്നു. ഓഡീഷൻ അതിലെല്ലാ ആൾക്കാരും ഓഡീഷൻ എടുത്തിട്ടാണ്. നമ്മള് എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ജോലിയൊക്കെ വിട്ടിട്ട് ബാങ്ക് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് നാടകം പരിപാടികൾ ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അഭിനയത്തിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു, നാടകം, അഭിനയം പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വർക്കിന് കയറി. അതിൻ്റെ ഇടയിൽ ആക്ടിങ് കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വർക്കിന് കയറി. വർക്കിന് നമുക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ, കാരണം ഇതിന്റെ ഭ്രാന്തായത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ജോലി റിസൈൻ ചെയ്തു. പിന്നെ ഓഡിഷൻ എന്ന് പറഞ്ഞൊരു ചടങ്ങായി. കാരണം നമുക്ക് ആരെയും അറിയില്ല, സിനിമാകാരനെ ആരും നമുക്ക് അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്
എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കാം. എനിക്ക് അന്ന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരു ചാൻസ് ചോദിച്ചു തന്നു കഴിഞ്ഞാൽ ആരും നമുക്ക് ചാൻസ് തരണമെന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് അറിയാണ്ട് എനിക്ക് എങ്ങനെ ചാൻസ് തരുക. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്ത് ചെയ്തു, ഓഡീഷൻ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ ഓഡീഷനാണ്. ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു 9-10 വർഷത്തോളം ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അത് ഏകദേശം ഒരു 10,000-3000 അവിടെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഡീഷൻ ആയിരുന്നു ക്യൂന്. എന്നെ ഓഡീഷൻ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ സെലക്ട് ചെയ്ത ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ബയോഡാറ്റ കൊടുക്കാൻ ലേറ്റ് ആയി. അപ്പൊ അവരത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ലിമൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു കൂട്ടുകാരൻ കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടാ, എനിക്കിങ്ങനെ വന്നിട്ടാ, നീ വരുന്നുണ്ടോ? ഞാൻ വിളിച്ചിട്ടില്ല, വായോ നമുക്ക് കയറി പോണതല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ കയറി പോയി ഓഡീഷനാണ് ക്യൂ. അവിടെ ചെന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ, ഒരു പേരൊന്നും ഇല്ലല്ലോ പങ്കെടുക്കാൻ. ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് പങ്കെടുപ്പിക്കുക വെച്ചിട്ട് എന്നെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഓഡീഷനാണ്. അത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു അല്ലേ? ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതെ. അപ്പോ ആ ഒരു ക്യാരക്ടർ, അപ്പൊ ആ ഒരു ഓഡീഷനിൽ ചെന്നപ്പോ എന്താ ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചത്? എന്നോട് ആദ്യം അവര് പറഞ്ഞു, ജെൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെന്താ കുഴപ്പമില്ല ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഒരെണ്ണം ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു, അവരൊരു സാധനം പറഞ്ഞു, അത് ചെയ്യിപ്പിച്ചു. അത് ചെയ്തു കഴിഞ്ഞു. വീണ്ടും അത് കഴിഞ്ഞ് ഒരെണ്ണം പറഞ്ഞു. അപ്പൊ അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ലാസ്റ്റ് ഒരെണ്ണം ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു. ചെയ്യാന്ന് പറഞ്ഞു. ഒരെണ്ണം ചെയ്തു. അങ്ങനെ ഒരു 5-6 എന്നോട് ചെയ്യിപ്പിച്ചവര്. എന്നിട്ടാണ് ശരി അപ്പോ കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. അപ്പൊ അന്ന് എന്നെ ഓഡിഷൻ എടുത്തത് അതിന്റെ റൈറ്റർ ഷാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്, ജനഗണമനയുടെ ഒക്കെ റൈറ്റർ, പിന്നെ എഡിറ്റർ സാഗർ എന്ന് പറഞ്ഞിട്ട്, പ്രിൻസിന്റെ ഒക്കെ ഇപ്പോഴത്തെ എഡിറ്റർ സാഗർ, പിന്നെ പ്രൊഡ്യൂസറുടെ വൈഫ്, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നില്ല, ഡയറക്ടർ അപ്പുറത്തെ റൂമിലെ ഓഡിഷനിലാണ്. അങ്ങനെ കഴിഞ്ഞിട്ടാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഒന്ന് ഇറങ്ങി പോരുന്നത്. അതിനുശേഷം സ്ക്രിപ്റ്റിൽ പറയാണ്, ഞാൻ ഇനിയൊരു ക്യാരക്ടറാണ്, എന്റെ പേര് മാടപ്രാവാണ് എന്നറിഞ്ഞപ്പോ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? അവര് പിന്നീട് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അതായത് അതിനൊക്കെ ശേഷം നമ്മൾ കമ്പനി ആയി നമ്മൾ പടം ഷൂട്ട് നടക്കുമ്പോൾ ഫസ്റ്റ് ഓഡീഷൻ ജെൻസൺ വന്ന് ചെയ്തപ്പോൾ തന്നെ റൈറ്റർ പറയാണ്, മാടാന്ന് പറഞ്ഞ ഞങ്ങൾ ഉദ്ദേശിച്ച ക്യാരക്ടറിന്റെ അങ്ങേ എക്സ്ട്രീം ലെവലിൽ നീ ചെയ്തെന്ന് ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അതിന്റെ ഒരു മാറ്റം ഇല്ലാണ്ടാണ് നീ അവിടെ വന്ന് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അന്നേ തന്നെ ഫിക്സ് ചെയ്തു നിന്നെ, നീ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അതായിരിക്കും എന്ന്. നമ്മൾ അറിയുന്നില്ല, നമ്മളത് കഴിഞ്ഞിട്ടൊക്കെ അവര് നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് നമ്മളതൊക്കെ അറിയുന്നത്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൈറ്ററുടെ അവരുടെ ലൈഫിലുള്ള അവരുടെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ് നടിക്കുന്നത്. ആ ഒരു ഇതിലാണ് അവർ അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഈ പറയുന്ന മാടപ്രാവിനെ വെച്ചിട്ടാണ് ആ ഒരു സിനിമയുടെ ഡയറക്ടറിന്റെ പേര് എഴുതി കാണിക്കുന്നത്. അപ്പൊ എന്താ തോന്നിയത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ? അത് ചെയ്യുമ്പോ, അത് ആ സീൻ ചെയ്യുമ്പോ നമുക്ക് അറിയില്ലേ, നമ്മള് ഡയറക്ടർ പറയുന്നു, സാധനം നമ്മളത് ചെയ്യുന്നു. ഇത്ര എഫക്ട് ഉണ്ടാവും ഞാൻ സത്യത്തിൽ തിയേറ്ററിന്റെ ഉള്ളിൽ പോയിരുന്ന് കാണുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഞാൻ ചെന്നത് ആ സീൻ കാണുമ്പോ എല്ലാവരും ഭയങ്കര ചിരി. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്ത് ഇത്ര ചിരിക്കാനുള്ളത് എന്നാണ് ഞാൻ ആലോചിച്ചത് സത്യത്തിൽ. പക്ഷെ എല്ലാവരും പറയുന്നത് എല്ലാവരുടെയും എല്ലാ കോളേജ് ലൈഫിലും ഇങ്ങനത്തെ ഒരുത്തുണ്ട്. ആ സാധനമാണ് അതാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. അതാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കാനും ആ ഡയറക്ടറുടെ പേര് എഴുതി കാണിക്കുന്നത് കറക്റ്റ് ആ ഒരു ഇതിലാണ്, ഇടി കഴിക്കുന്ന അതിലാണ് പേര് എഴുതി കാണിക്കുന്നത്. ഞാൻ ഇന്നലെ ഇങ്ങനെ ചേട്ടനാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പേര് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ക്യൂൻ മൂവിയിലെ മാടപ്രാവാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ ഇടിയിലല്ലേ ആ ഒരു സാധനം വരുന്നതെന്ന് വെച്ചു. അപ്പൊ എല്ലാവരും ക്യാച്ച് ചെയ്തത് ആ ഒരു സാധനമാണ്. അതും പിന്നെ ക്ലാസ് റൂമിലേക്ക് അത് മാറി വരുന്നത്, സോറി, കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആ സാധനമൊക്കെ ഭയങ്കരമായിട്ട്. അതെ. ഇപ്പൊ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വലിയൊരു ക്രൂവിന്റെ കൂടെയാണ്. ഇപ്പൊ എന്താ തോന്നുന്നേ? അന്ന് ആ ചെയ്യുമ്പോ ആരും വലിയ ക്രൂ അല്ല. ആ പടം ചെയ്യുമ്പോ എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഡിജോ ചേട്ടൻ, ഷാരിസിക്ക, ക്യാമറമാൻ, പ്രൊഡ്യൂസേഴ്സ്, എഡിറ്റർ, ആക്ടേഴ്സ്, ഇവരാരും അന്ന് വലിയൊരു ക്രൂ അല്ല, പുതിയ ആൾക്കാരുടെ ഒരു ക്രൂ ആയിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും, നമ്മൾ ചെയ്യുമ്പോ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു വലിയ ആൾക്കാർ ആ ഒരു മൈൻഡ് സെറ്റ് ആർക്കും ഇല്ല. എല്ലാവരും ജോലിയായിട്ട് നമ്മൾ കോളേജിൽ പോകുന്നു, വർത്താനം പറയുന്നു, അതേമാതിരിയാണ് നമ്മൾ അഭിനയിച്ച് പോയത്. അതുകൊണ്ടാണ് അതിന്റെ എനിക്ക് തോന്നുന്നു അത്രയും എഫക്ട് ചെയ്യാൻ കാരണം. അത് ഭയങ്കര ഇന്റിമസി ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട് അല്ലേ? എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ആ മൂവിൽ അഭിനയിച്ച എല്ലാവരും വലിയ വലിയ നിലകളിലാണ് എത്തിയിരിക്കുന്നത്. ചേട്ടനെ കുറിച്ച് പറഞ്ഞാലും, സാനിയെ കുറിച്ച് പറഞ്ഞാലും, അതുപോലെ RDXലുള്ള ചേട്ടനെ കുറിച്ച് പറഞ്ഞാലും, ഇപ്പോ അവിടെ ആ ലൊക്കേഷനിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്താന്ന് ചോദിച്ചാൽ 72 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്ന പടമാണ്. ഒരുപാട് ഓർമ്മകളുണ്ട്, തമാശയായിട്ടും അല്ലാണ്ടും ഫീലിങ്സ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
അതില് എനിക്ക് എൽദോന്റെ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുലർച്ചെ 2 മണി 3 മണി അടുത്ത് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ സാനിയ ചിന്നു എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്റ്റേജിൽ നിന്ന് തല കറങ്ങി വീഴുന്നൊരു സീനാണ്. അപ്പോ ഇവള് സംസാരിച്ചിട്ട് തല കറങ്ങി വീഴുന്നു, ഞങ്ങൾ ഓടി കയറുന്നു സ്റ്റേജിലേക്ക്. ഇതാണ് സീന്. അപ്പൊ ഇവളുടെ അവിടേക്കാണ് ക്യാമറ വെച്ചേക്കണേ. ഷൂട്ട് ഇവിടുന്ന് അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു, പുറത്തിരിക്കുന്നു. ടേക്ക് പറഞ്ഞിട്ട് മുന്നേ എൽദോ ഉറങ്ങിപ്പോയി. ഇവിടെ പുലർച്ചെ 2 മണി 3 മണി ആയിരുന്നു ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് അപ്പൊ ആക്ഷൻ കഴിഞ്ഞ് ഇവള് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവള് വീഴുമ്പോഴാണ് ഓടിക്കയറുന്നത്. ഞങ്ങൾ ചിന്നു എന്ന് വിളിച്ച് ഓടിക്കയറുന്നത്. ഇവൻ എന്ത് ചെയ്തു, ഇവൻ ഉറക്കം അങ്ങനെ ജസ്റ്റ് കണ്ണ് തുറന്ന സമയത്ത് ആക്ഷൻ എന്തൊക്കെ കിട്ടുവാൻ. അപ്പൊ നേരെ സ്റ്റേജ് ചിന്നു അവിടെ ആക്ഷൻ ഇവള് സംസാരിച്ചോണ്ടിരിക്കുക. ഇവ നേരെ സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരും വന്നിട്ടില്ല. ചേട്ടാ എടാ എന്തിട്ടാ കാണിക്കണത് ചെയ്ത്. അപ്പോഴാണ് അവര് മനസ്സിലായത് ഉറക്കത്തിന് പെട്ടെന്ന് എഴുന്നേറ്റ്. അങ്ങനെ കുറെ ഉണ്ട്. കുറെ ചില കാര്യങ്ങൾ ഓർമ്മ വെക്കുന്നുണ്ട്, ഓർമ്മ വെക്കുന്നില്ല. കാരണം കുറെ 7-8 കൊല്ലായില്ലേ. അതെ അതെ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനെല്ലാം ക്യൂ മൂവി തന്നെയല്ല പറയുന്നത്. ഇപ്പൊ ക്യൂനിൽ തന്നെയാണെങ്കിലും ഇപ്പൊ ഈ മാടപ്രാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു, അത് എല്ലാവരും ഏറ്റെടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ, അതായത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയെടുക്കുമ്പോൾ ഇതേ മാടപ്രാവ് പോണു, മാടപ്രാവാണ് ഇന്ന സിനിമയിൽ, അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ ഇഷ്ടം പോലെ. ഞങ്ങൾ തൃശ്ശൂരാണല്ലോ എന്റെ സ്വദേശം. ഞങ്ങള് ഈ പൂരത്തിന് പോണ പരിപാടി, കാവടി അല്ലെങ്കിൽ പെരുന്നാള്, ഇത് നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമുക്ക്. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞിട്ട്, അതായത് ഞാൻ ഇപ്പൊ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ കൂട്ടുകാരന്മാരുണ്ട്. അപ്പൊ അവര് പറയും പോവാന്ന് പറയും പെരുന്നാൾ. അപ്പൊ എന്തിനാ വായ നോക്കിട്ട് ക്രാകളുടെ പേരറിയാൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോ ഇവര് എന്റെ അടുത്ത് സംസാരിക്കും. അപ്പൊ എന്റെ അടുത്ത് പേര് ചോദിക്കണം അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ രസകരമായിട്ട് പറയാൻ കാര്യങ്ങൾ ഉണ്ടാവാറ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു തിരിച്ചറിയാനായിട്ടുള്ള കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചൊരു മേഖലയിൽ എത്തി എന്നുള്ളൊരു സന്തോഷം. തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂവിന് മുൻപ് ചെറിയ ചെറിയ റോളുകളായിട്ട് പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, മണിച്ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതെ, ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആഴക്കടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടമാണ്, മണിച്ചേട്ടന്റെ ഒരു പടമാണ്. അത് ഇതേമാതിരി ആദ്യമായിട്ട് ഷാൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ അവന്റെ ഓർമ്മയില്. അപ്പൊ ഇതേമാതിരി ഒരു ക്യാമറയുടെ മണിച്ചേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സീനാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ തുറയിലത്തെ, അതായത് കടലോര പ്രദേശത്താണ്, തുറയിലത്തെ ജനങ്ങള് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സീനാണ്. അപ്പൊ അന്ന് നമ്മള് പരിചയത്തിന്റെ പുറത്ത് കഴിഞ്ഞാൽ കൺട്രോൾമാരൊക്കെ നമ്മൾ അറിയുമ്പോ അവര് നമുക്ക് പൈസ ഒന്നും ഇല്ല, ജസ്റ്റ് പോയി അവനേക്ക് ഫ്രണ്ടിലൂടെ നിർത്തും. ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ ഇല്ല. അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം പോയി നിൽക്കുന്ന ഒരു പരിപാടി, ചാൻസ് വെച്ച് പോണ സമയത്ത്. അങ്ങനെ പോയി ക്യാമറയുടെ മുന്നിൽ, ഇപ്പൊ ക്യാമറ സ്ട്രൈറ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്കൊരു പങ്കായൊക്കെ തന്നു. ഞാൻ അവിടെ വെച്ചൊരു തൊപ്പി വെച്ചു, പങ്കായം വെച്ചു. നേരെ ക്യാമറയുടെ മുന്നിലേക്ക് നമ്മൾ, അപ്പൊ ഡയറക്ടർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ തുറയിലത്തെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള മണിച്ചേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ്, നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോവാണ്. ഈ സീനൊക്കെ വിരിച്ചു തന്നാണ് ഡയറക്ടർ വിരിച്ചു തന്നു. അപ്പൊ അതാണ് സിറ്റുവേഷൻ, അപ്പൊ നിങ്ങൾ അതിന്റെ ദേഷ്യത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ക്യാമറ വെച്ചു. നമ്മൾ ഫോക്കസ് ക്യാമറയിലേക്ക് സ്ട്രെയിറ്റ് നടന്നു ചെല്ലുന്നു. ഇതാണ് ഷോട്ട് വരുന്നത്. ഒരു ഷോട്ട് കഴിഞ്ഞ്, 2 ഷോട്ട് കഴിഞ്ഞ്, 3 ഷോട്ട് കഴിഞ്ഞ്, 4 ഷോട്ട് കഴിഞ്ഞ് ഓക്കെ ആവുന്നില്ല. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ഷോട്ട് അങ്ങോട്ട് ഓക്കെ. അപ്പോൾ ആർക്കും ഒരു ഡയലോഗൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ പോകുന്നു മാത്രമേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം അവിടെ. അപ്പോൾ ഡയറക്ടർ തന്നെ അവിടെ ഇരിക്കുന്ന ആൾ തന്നെ കണ്ടു, വിളിച്ചു, നന്നായിരുന്നു കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ നന്നായിരുന്നു, നമ്മൾ അഭിനയിച്ചിട്ടില്ലേ, ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ലേ, ഒന്നും പറഞ്ഞു. അപ്പൊ ഞാൻ താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖം പോണോണ്ട് ആൾക്ക് മനസ്സിലായി എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഞാനിവിടെ ആ സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞായിരുന്നു. ആ സിറ്റുവേഷൻ ഈ 6 ടേക്കിലും ഒരേ കറക്റ്റ് എഫക്റ്റില് ആ ഫീല് തന്നിട്ട് താൻ മാത്രമാണ്, തന്റെ ഫേസിൽ മാത്രമാണ് സാധനം വന്നിരുന്നത്. അതാ ഞാൻ കാണുന്നു വന്നിട്ട് എനിക്ക് കാണിച്ചു. നമ്മളത് പറഞ്ഞു, നമ്മളത് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അതുപോലും ഞാൻ അന്ന് മനസ്സിലാക്കി, നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ചെറിയൊരു സാധനം പോലും അത്രയും എഫക്ട് ചെയ്യുന്നു ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും അന്ന് മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ്. അതാണ് ആദ്യത്തെ പടമായിരുന്നത്.
പിന്നെ ജിലേബി എന്ന് പറഞ്ഞ പടത്തിൽ ചെയ്തിട്ടുണ്ട്, പുണ്യാളം ഫസ്റ്റില് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ ചെറിയ ചെയ്തിട്ടുണ്ട്. റോളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ അത്രയും വലിയ താരങ്ങളുടെ കൂടെ ചെറിയ ചെറിയ റോളുകളാണെങ്കിലും ഇപ്പൊ മുൻനിര താരങ്ങളുടെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മാറ്റത്തെ ചേട്ടൻ എങ്ങനെയാ കാണുന്നത്? അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവുന്ന, ചിലവർ ആദ്യമേ തന്നെ സ്റ്റാറുകളുടെ കൂടെ ചെയ്യും, ചിലവർക്ക് പിന്നെ പിന്നീട്. പക്ഷെ നമ്മൾ ഇതിനെ എന്താ പറയാ, കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരെ എന്തായാലും എത്താൻ പറ്റും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമുക്ക് അവസാനം വരെ ഇതിൽ എത്താൻ പറ്റും. കാരണം നമുക്ക് വലിയ സ്റ്റാറുകൾ ചെറിയ സ്റ്റാറുകൾ എന്നുള്ള ഭേദം അഭിനയിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ചിന്തിക്കാറ്. ടെൻഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. മമ്മൂക്കയുടെ കൂടെ പോയി നിന്നെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതും വിട്ടിട്ട് നമ്മളൊരു ആക്ടർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ടെൻഷൻ ഒഴിവാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്കെങ്കിലും ഉണ്ടാവും ചെറുതായിട്ട്, പക്ഷെ അത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാന്നുള്ള ഒരു കാര്യമാണ് മെയിൻ കാര്യം. അതെ. ഇപ്പോ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞു. എന്ന് മുതലായിരിക്കും ഈ പറയുന്ന ആക്ടിംഗ് ആണ് എന്റെ മേഖല, അല്ലെങ്കിൽ നാടകങ്ങളിലൂടെ എനിക്ക് സിനിമയിലേക്ക് എത്താൻ കഴിയും എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ചെറുപ്പം തൊട്ട് എന്റെ നാടെന്ന് പറഞ്ഞ തൃശ്ശൂർ അവണൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമമാണ്. അവിടെ ഫുള്ള് നാടകത്തിന്റെയും ആൾക്കാരാണ് മൊത്തം. നാടകം, അതായത് നമ്മള് ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ വരുമ്പോ നടക്കുമ്പോ പോലും ഇവിടെ പറഞ്ഞിട്ട് ഇന്ന് നീ സ്റ്റേജിൽ കയറിയപ്പോ നാടകമുണ്ട് പരിപാടി, അങ്ങനെ പറഞ്ഞ് കേട്ടുന്ന ഒരു പരിപാടിയാണ് അവിടെ മൊത്തം. നമ്മൾ ചെറുപ്പം തൊട്ടേ അത് കണ്ടു വന്നിട്ടുള്ളതാണ്. അങ്ങനെ അത് നാടകങ്ങൾ കളിച്ചോണ്ടിരുന്ന് എനിക്ക് തോന്നുന്നു 2010 തോന്നുന്നു. 2010 ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പ്ലേ തൃശ്ശൂർ നടന്നു. CK തോമസിന്റെ ഡയറക്ടർ, എന്താ പറയുക, സ്കൂൾ ഓഫ് ഡ്രാമയിലത്തെ മെയിൻ ഒരാള്, ദൂരദർശന്റെ ഒക്കെ ഡയറക്ടറാണ്. ആള് ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ആ മനുഷ്യൻ നീ. അതിലേക്ക് ഞാൻ എൻട്രി ആയിപ്പോ പിന്നെ അതുവരെ ഭ്രാന്ത് ഉണ്ടായിരുന്നു. അതോടുകൂടി ഭ്രാന്ത് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഞാൻ അന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ അന്ന് റിസൈൻ ചെയ്തു. അത് ഇതിന്റെ നാടകത്തിന്റെ ബാക്കി പോകാൻ വേണ്ടിയിട്ട് പറ്റാണ്ടായപ്പോ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തു. ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അന്നൊട്ട് നമ്മൾ ഉദ്ദേശിച്ചു ഇതില് എന്തായാലും മുന്നോട്ട് പോകണം, പോയേ പറ്റൂന്ന് തോന്നി. പിന്നെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. 2010 തൊട്ട് ഫുള്ളായിട്ട് ഇറങ്ങി തുടങ്ങി. 8 വർഷം. അങ്ങനെ 2018 തന്റേതായ ഒരു സ്ഥാനം സിനിമാ മേഖലയിൽ ഉറപ്പിക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞല്ലോ നാടകങ്ങളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയുമ്പോ ഇപ്പൊ സിനിമയില് ഇപ്പോ 40ഓളം അടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത സിനിമകൾ ചെയ്യാൻ പോകുന്നു. മലയാളത്തിൽ തന്നെ ഇത്രയും സിനിമകളും കൂടാതെ തമിഴിലും 4-5 സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താണ് ചേട്ടന് തോന്നുന്നേ? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അതിനായിട്ടുള്ള എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആഗ്രഹിച്ചൊരു മേഖല, നമ്മള് എല്ലാ ആൾക്കാർക്കും നമ്മൾ ആഗ്രഹിച്ച മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. പല ആൾക്കാർ ഇന്ന് ആഗ്രഹിച്ച മേഖലയിലല്ല വർക്ക് ചെയ്യുന്നത്. പല ജോലിയും പല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് 2 കാര്യം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കരമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ സിനിമ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ കാര്യമാണ്. ട്രാവൽ ചെയ്യാൻ പറ്റി ഇതിനേറ്റവും വലിയൊരു സാധനം ഇല്ല. കാരണം ഇന്നിപ്പോ ട്രിവാൻഡ്രം ലൊക്കേഷനിലാണെങ്കിൽ നാളെ ഒരു വേറെ പടം ചെയ്താൽ ചിലപ്പോൾ വയനാടാവും, ചിലപ്പോൾ മൂന്നാറാവും, അങ്ങനെ മാറി പോയോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും ഇത്ര നാള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞത്. കാരണം പുതിയ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ സ്പേസ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മള് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ പിടിച്ചു നിൽക്കാൻ ഇതുവരെയും പറ്റിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതൊരുപാട് സന്തോഷമുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും. ഇപ്പൊ അന്ന് റിസൈൻ ലെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞില്ലേ. അപ്പൊ റിസൈൻ ലെറ്റർ ഇട്ട് കഴിഞ്ഞപ്പോ അത് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ആയിട്ട് തോന്നിയ മൊമെന്റ്സ് എപ്പോഴെങ്കിലും ആ ടൈമിൽ ഉണ്ടായിരുന്നോ? അപ്പോഴല്ല, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് റിസൈൻ ലെറ്റർ കൊടുത്തോണ്ട് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എന്തിനാണ് ഇതിലേക്ക് ഇത്രയും കാലെടുത്ത് വെച്ചേന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന സമയം, സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയം വരും. കാരണം ജോലിയും കൂലിയും ഇല്ലാണ്ട്, അതായത് ഒരു ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അതായത് പഠിച്ചു കഴിഞ്ഞ് ശമ്പളം കിട്ടേണ്ട പീക്ക് ടൈമിൽ നമ്മൾ ശമ്പളം ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ആ സമയത്തൊരു എനിക്ക് തോന്നുന്നൊരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ 2015 സമയത്തൊക്കെ, 2010 റിസൈനിട്ട് 15 സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യല്ല, എന്തിനാണെന്ന് തോന്നിയത് എനിക്ക്. കാരണം ഇത് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയും ചെയ്തു. ഭയങ്കര സ്ട്രഗിൾ ആണ് ആ സമയത്ത്. പിന്നെ ആ സമയത്ത് അമ്മയ്ക്ക് വയ്യാണ്ടാവലും അങ്ങനത്തെ കുറെ ഇഷ്യൂസുകൾ.
അങ്ങനെയൊക്കെ വന്നപ്പോ തോന്നിയിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ഓക്കെ. മാത്രം. ഇപ്പൊ വീട്ടില് റിസൈൻ ലെറ്റർ ഇട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തായാലും ചോദ്യം ഞാൻ ഉണ്ടായിരിക്കുമല്ലോ. പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല? അല്ല, അന്നൊക്കെ അറിയാം. ആ, അന്ന് 2 കൊല്ലം ഞാൻ പറഞ്ഞിട്ടില്ല. ആഹാ. കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പറഞ്ഞ് ആ. പോവും, രാത്രി തിരിച്ചു വരും. ഓ. അങ്ങനെയാണ്. 2 കൊല്ലം ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് കയ്യിൽ എന്തെങ്കിലും കരുതണമല്ലോ. അപ്പൊ ആ സമയമൊക്കെ എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ? ഞാൻ ജോലിയുള്ള സമയത്ത് അന്ന് കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ കുറികൾ ചേർന്നിരുന്നു. അത് ഓരോന്ന് വിളിക്കും, അടുത്ത് വിളിക്കും, അടുത്ത് വിളിക്കും, അങ്ങനെയായിരുന്നു റോൾ ചെയ്തിരുന്നത്. 2 കൊല്ലം റോൾ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് തിരിച്ചടക്കണല്ലോ. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. അതൊരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇഷ്യൂസ് ആയി വന്നത് തുടങ്ങിയ. ആ സമയത്താണ് റെഡിക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്തത്. അതെ അതെ. അപ്പൊ ഈ കാര്യമൊക്കെ വീട്ടിൽ അറിഞ്ഞപ്പോ എന്താ പറഞ്ഞു? വീട്ടിലറിഞ്ഞപ്പോ ആദ്യം അവർക്കൊന്നും പറയാനില്ലല്ലോ. പക്ഷെ എന്നെ സേവ് ചെയ്തത് എന്റെ ബ്രദറും വീട്ടുകാർ തന്നെയാണ് എന്നെ സേവ് ചെയ്തത്. എന്റെ ഇഷ്യൂസ് കുറെ അവര് തന്നെ കണ്ടറിഞ്ഞിട്ട് അവര് തന്നെയാണ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഒരു കാര്യം ചെയ്തത് അവര് തന്നെയാണ്. അതെ, മകന്റെ തലയിൽ ഇത്രയും സിനിമയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ അഭിനയിക്കില്ല എന്ന് കറക്റ്റ് ആയിട്ട് എന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. കാരണം എന്റെ ചെറുപ്പം തൊട്ട് നാടകങ്ങൾ കണ്ടുതുടങ്ങിയത്. ഈ നാടകം നമ്മൾ കളിച്ച് നമ്മള് വീട്ടിൽ പറഞ്ഞിട്ട് മുന്നേ നാട്ടിലത്തെ ആൾക്കാരെല്ലാവരും ഇപ്പൊ നടന്നു പോകുമ്പോ അമ്മോട് പറയും, അമ്മോന്റെ നാടകം കണ്ടായിരുന്നിട്ടാ, അടിപൊളിയായിട്ടാ, അത് ചെയ്തിട്ടാ. ഇത് ചെറുപ്പം തൊട്ട് അമ്മ കേട്ട്, അമ്മയായാലും അപ്പനായാലും ചേട്ടനായാലും കേട്ടിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഞാൻ ആക്ട് ചെയ്യുക അല്ലാണ്ട് വെറുതെ ഒരു ഭ്രാന്ത് തോന്നി പോയതല്ല. ഇത് പണ്ടൊട്ടേ ഉള്ളതാണ്. ഒരു ടാലന്റ് അവന് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ സമയത്തൊന്നും എന്നെ ഒന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ ഈ ഇഷ്യൂസ് വരുമ്പോഴാണ് അവര് ചോദിക്കുക, എന്താണ് അടുത്തെന്താ പരിപാടി, ഞാൻ എന്താ ഉദ്ദേശിക്കണേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സന്ദർഭം. പിന്നെ കുറച്ച് ഓവർകം ചെയ്യാൻ പറ്റുമ്പോൾ കുഴപ്പമില്ല.